അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഷിക്കുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒമേഗ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സഹാറ സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വിളിക്കാൻ വേണ്ടി പോവുക. ഇന്ന് ലിഫ്റ്റിന് മെയിൻ്റെനൻസ് കംപ്ലൈൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, വർക്കായിട്ടുണ്ട്. അപ്പം ഈ ലിഫ്റ്റ് കയറിയിട്ട് പിന്നെ അതിന് താഴോട്ട് ഒരെണ്ണം കൂടി ഉണ്ട്, അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ എത്തും. ഇതാണ് സഹാറ സെൻറ്ററിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. KFC, മെക്ഡൊണാൾഡ്സ്, പിന്നെ ബർഗറിൻ്റെ കുറേ സംഭവങ്ങൾ, പിസ്സയുടെ കുറേ സംഭവങ്ങൾ, അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് പോലത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ കാണാനുള്ള തിയേറ്റർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ഷൂവിൻ്റെത്, ഇത് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സ്റ്റാർബക്സ്, ആ സ്റ്റാർബക്സിൻ്റെ ഇതിലേക്കൂടെയാണ് നമ്മൾ നേരെ പോകണം. അതിൻ്റെ ഇടയിലായിട്ട് കുറേ പെർഫ്യൂമൊക്കെ വിൽക്കണ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിൽ കൂടെ നമ്മളോട് ഇങ്ങനെ മേടിക്കോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ കൈമൾക്ക് സ്പ്രെഡ് ചെയ്ത് തരും. നമ്മൾ പിന്നെ തൊമ്മി ആയ സംഭവമില്ലേ, അതിൻ്റെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് താഴോട്ട് ഇറങ്ങണം. അതാണ് ദുബായ് ഷാർജ ബോർഡർ. അങ്ങോട്ട് കിടക്കണം നമ്മൾ, റോഡ് ക്രോസ് ചെയ്തിട്ട്. അവിടെ ഇങ്ങനെ ഒരു മറ്റേ നെറ്റ് അടിച്ച പോലെ ഒരു സംഭവം കാണുന്നില്ലേ, അതാണ് ദുബായ് ഷാർജ ബോർഡർ. അപ്പം അങ്ങനെ കടന്നിട്ട് നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഇനി ഈ വരുന്ന ബസ്സില്ലേ, ഇതിലാണ് ഷിക്കുള്ളത്. അങ്ങനെ ഇപ്പം വന്നിറങ്ങും. ഇനി വന്നിറങ്ങിയിട്ട് വേണം നമുക്ക് എന്ത് സെർച്ച് ചെയ്യാൻ, ഇന്നത്തെ ഷാപ്പാട് എവിടെ നിന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഷിക്കു വന്ന് ഞങ്ങൾ ഷാപ്പാടിനുള്ള പള്ളി എവിടെ നിന്നൊക്കെ നോക്കണ്. ഇനി ഞങ്ങൾക്ക് പള്ളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പള്ളിയിൽ നിന്ന് ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് റോട്ടിലായിട്ട് ഇങ്ങനെ ഒരു മെനു കാർഡ് കിടക്കണ്ടായിരുന്നു. അപ്പം അത് ഷിക്കു നോക്കാണ്. അതിലെന്തോ ഒരു പള്ളിക്കെട്ട് ബീഫ് കറിയും 7 ദിർഹംസിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓഫർ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് ഏതോ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇഫ്താർ കോംബോ കണ്ടിരുന്നു 10 ദിർഹംസിന്. അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും മേടിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുറേ തപ്പി വേറെ എവിടെയാണ് പള്ളി ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട്, പക്ഷേ കണ്ടില്ല. അപ്പം ഷിക്കു ചോദിക്കുകയാണ്, നീ അല്ല പറഞ്ഞത് ഇവിടെ ഉണ്ട് എന്നൊക്കെ. അപ്പം ലുലുവിൻ്റെ അൽനാദ പാർക്കിൻ്റെ അവിടെ ഞാൻ ഒരു പള്ളി കണ്ടിരുന്നു, പക്ഷെ ഇപ്പം എന്തോ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നടന്നു നോക്കിയപ്പോൾ ഒരറ്റത്തൊരു പള്ളി കണ്ട്. പക്ഷെ അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്, റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ക്യൂ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്, പക്ഷെ ഉറപ്പില്ല. കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. പിന്നെ വേറൊരു സംഭവം, ലേഡീസിന് എപ്പോഴും എന്താ പറയുക, ക്യൂ കുറവായിരിക്കും, പിന്നെ പ്രയോറിറ്റി കൂടുതലാണ്. അപ്പം പെണ്ണുങ്ങൾക്കുള്ള ക്യൂ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഷിക്കു എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. കാരണം ക്യൂ നിൽക്കാണ്ട് ഓസിക്കടയിൽ കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ചൂസ് അതിൻ്റെ ഇടയിൽ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ട് പിന്നെ ഇടയിൽ കൂടെ പോയി വീണ്ടും വാങ്ങി. എന്നിട്ട് അതൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് നോമ്പ് തുറന്ന് ഇനി ഇത് തുറന്ന് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് 2 വലിയ പീസ് ബ്രോസ്റ്റഡ് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ലെബനപ്പ് ഉണ്ട്, ബണ്ണുണ്ട്, ഈത്തപ്പഴം ഉണ്ട്, പിന്നെന്തോ ബ്രോസ്റ്റഡ് കഴിക്കാനുള്ള കെച്ചപ്പ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ദുബായിലും അതുപോലെ തന്നെ ഷാർജയിലൊക്കെ ആയിട്ട് ജോബ് അന്വേഷിച്ച് വരുന്നവർക്ക് നമ്മൾ ഈ ഭാഗം, അതായത് അൽനാദ ഈ ഭാഗം നല്ല അടിപൊളി സ്ഥലമാണ്. രണ്ടിടത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ദുബായിലോട്ടായാലും ഷാർജയിലോട്ടായാലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഭാഗത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ സ്റ്റേ ഉള്ളവർക്കൊക്കെ അറിയാം, ഇവിടെ എല്ലാതും ഉണ്ട്. പിള്ളേർക്കാണെങ്കിൽ പാർക്ക്, നമുക്ക് പറ്റിയ റെസ്റ്റോറൻറ്റ്, ഡ്രസ്സ് എടുക്കണത്, സിനിമ തിയേറ്ററിൻ്റെത്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ലോണ്ട്രി, നെസ്റ്റോ ഉണ്ട്, ലുലു ഉണ്ട്, മദീന ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട്. എല്ലാം നമ്മളെ തൊട്ടടുത്തുണ്ട്. ആണുങ്ങൾക്കാണെങ്കിൽ സലൂണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി കുറച്ചൊന്ന് കിടക്കാൻ നേരമായപ്പോൾ നമ്മൾ ബിരിയാണി, അതിൽ ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം ലബനപ്പും വെള്ളവും കട്ട് ഫ്രൂട്ട്സും പിന്നെന്തോ ഡേറ്റ്സ് അങ്ങനത്തെ എന്തൊക്കെയോ കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളത് ഒറ്റ പ്ലേറ്റിൽ കഴിക്കുകയാണ്. കാരണം 2 പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ കഴുകിയൊക്കെ ഉണ്ട്, അതുകൊണ്ടുള്ള മടിക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഇനി നമുക്ക് പള്ളി ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.